ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ചാത്തന്നൂരിലെ ബി.ജെ.പി. എം.എൽ.എ. ബി ഗോപകുമാറിന് നേരെ വധഭീഷണി. ഫോണിൽ വിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വധഭീഷണി മുഴക്കിയത്. എറണാകുളം സ്വദേശിയുടെ പേരിലുള്ള നമ്പറിൽ നിന്നാണ് ഫോൺ കോൾ എത്തിയത്. എം.എൽ.എയുടെ പരാതിയിൽ ചാത്തന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആദ്യം ഒരു പ്രതികരണം. ഷേടാ എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ. 3 MLA-മാര് ഇവിടെ BJP-യിൽ നിന്നും വിജയിച്ചു വന്നതിന് പിന്നാലെ പലർക്കും പല തരത്തിലും കുരു പൊട്ടിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിരുന്നു. അതോടൊപ്പം തന്നെ പലരുടെയും ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഈ പറയുന്ന ഗോപകുമാറിന് നേരെ, അതായത് ചാത്തന്നൂർ MLA ആയിട്ടുള്ള ഗോപകുമാറിന് നേരെ വധഭീഷണി മുഴക്കിക്കൊണ്ട് ഇതാ കോൾ വന്നിരിക്കുന്നു എന്ന്. അതും എറണാകുളം സ്വദേശിയുടെ നമ്പറിൽ നിന്നാണ് ഈ ഒരു കോൾ വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവർക്കൊക്കെ എന്തിൻ്റെ സൂക്കേടടി അറിയാമല്ലാഞ്ഞിട്ട് ചോദിക്കുവാണ്. സത്യത്തിൽ ഇവിടെ ഈ പറയുന്ന സംഘികളുടെ വളർച്ച അത് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ദഹിക്കാത്ത, അല്ലെങ്കിൽ ആ ഒരു വളർച്ചയിൽ വളരെ വലിയ തോതിൽ രോഷം കൊള്ളുന്ന, അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെട്ട കുറേ അധികം പേരുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ പലരും പെടും, പാർട്ടിക്കാരും പെടും, പാർട്ടിക്കാരല്ലാത്തവരും പെടും, പല രീതിയിലുള്ള ആൾക്കാരും പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ കമ്മികളും അതോടൊപ്പം തന്നെ കൊങ്ങികളും അല്ലാതെയുള്ള ആൾക്കാരും ഒക്കെ തന്നെ ഉണ്ട്. കാരണം അവരാരും പ്രതീക്ഷയില്ല. കാരണം BJP ഇവിടെ അക്കൗണ്ട് തുറക്കത്തില്ല. BJP ഇവിടെ വട്ടപൂജ്യം എന്ന് പറഞ്ഞ് നടന്നവർക്ക് ഇപ്പോൾ ഇവിടെ ഒന്നും പറയാനില്ല. കാരണം ഇവിടെ സംഘികൾ വളർന്നുകൊണ്ടിരിക്കുന്നു ദിവസം കഴിയുന്തോറും. ഇതെങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റും എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുരുപൊട്ടിയിരിക്കുന്നവർ, പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഈ BB ഗോപകുമാറിൻ്റെ കാര്യം, ചാത്തന്നൂർ BJP വിജയിക്കുമെന്ന് ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ പോലും, ഒരു തരത്തിലുള്ള സർവേ റിസൾട്ടുകളിൽ പോലും പറഞ്ഞിട്ടില്ലായിരുന്നു ചാത്തന്നൂർ BJP ഒരു അട്ടിമറി വിജയം നേടുന്നത്. എന്നാൽ BJP ഒരു A ക്ലാസ് മണ്ഡലമായിരുന്നു അത്. പക്ഷേ BJP ആദ്യം വിജയിച്ചത് എവിടെയാണ്? ചാത്തന്നൂർ. അത് അങ്ങേരുടെ ഒരൊറ്റ വ്യക്തിയുടെ കഴിവാണ് എന്നുള്ളത് 100% അടിവരയിട്ട് പറയാൻ പറ്റും. കാരണം അങ്ങനെയുള്ള ജനങ്ങൾക്കിടയിൽ എന്താ പറയുക, ഒരു തോൽവി വഴങ്ങിയിട്ട് അങ്ങ് പിന്മാറിപ്പോവാതെ അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് വിജയം കണ്ട ഒരു കഴിവുള്ള വ്യക്തിയാണ് BB ഗോപകുമാർ എന്നുള്ളത് ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ, അതായത് ചാത്തന്നൂർ BJP വിജയിച്ചു, അതോടൊപ്പം തന്നെ കൂട്ടത്ത് BJP അട്ടിമറി വിജയം നേടി, നേമത്ത് BJP പ്രതീക്ഷ പോലെ തന്നെ വിജയവും നേടി. അപ്പോൾ 3 സീറ്റുകളാണ് ഒറ്റയടിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതൊക്കെ എങ്ങനെ സഹിക്കും കേരളത്തിലെ ആൾക്കാർ? ഇതൊക്കെ എങ്ങനെ സഹിക്കും ശരിക്കും പറഞ്ഞാൽ? അപ്പോൾ കുരു പൊട്ടുന്നത് സ്വാഭാവികം തന്നെയാണ്. അങ്ങനെ കുരു പൊട്ടിയിട്ട് ഏതോ അവൻ 2 അടിച്ചിട്ട് വിളിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഇമാതിരി കുറേ എണ്ണം കാണും. പക്ഷേ ഇങ്ങനെയൊക്കെ വിളിച്ച് ഓരോ ഇതുപോലുള്ള സ്വഭാവം കാണിക്കുന്നവനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിച്ച് അകത്തിടേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇവരെ പോലുള്ളവർ സമൂഹത്തിന് ആപത്താണ് എന്ന കാര്യത്തിന് സംശയമില്ല. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റുന്നില്ല, സംഘികൾ വിജയിച്ചതിന് പിന്നാലെ ഇവിടെ ഉള്ളവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോയെന്നാണ് തോന്നുന്നത്. കാരണം പലർക്കും ഇപ്പോൾ നേരാമണ്ണം എന്താ പറയുക, അങ്ങ് പഴയ പോലെ സംഘികളെ അങ്ങ് കുറ്റപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ സംഘികൾ ഇവിടെ ഒരു ചുക്കുമല്ല എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുന്നത് ഇപ്പോൾ സംഘികളെ അങ്ങ് ഈ എന്താ പറയുക, അങ്ങേയായിട്ട് ചങ്കികൾ ഇവിടെ ഒന്നും അല്ല എന്നുള്ള തരത്തിൽ ഒക്കെ ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്ന് പറയുന്നത് സംഘികൾ ദിനംപ്രതി വളർന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം മറ്റു ചിലർ ഇവിടെ ദിനംപ്രതി കീഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. എന്താ പറയാ. അപ്പോൾ അതിൽ മനം നൊന്നിട്ട് ഏവനോ ഒരുത്തനായിരിക്കണം ഇമാതിരി ഒരു പരിപാടി ചെയ്തിരിക്കുന്നത്. എന്തായാലും അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന കാര്യത്തിൽ സംശയമില്ല. അവനെ പൊക്കേണ്ടവർ പൊക്കിക്കോളും.